കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ സജീവമല്ലാതിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു. കാരണം ദേശീയ തലത്തിൽ ചില ചുമതലകളും തിരഞ്ഞെടുപ്പ് ചുമതലകളും മറ്റും അതുപോലെ മറ്റ് പാർട്ടി സംഘടനാ ചുമതലകളും കൊടുത്തപ്പോൾ കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്ത ചെന്നിത്തല ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഇടപെടുകയും വാർത്താ സമ്മേളനം നടത്തുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ഒരു രാഷ്ട്രീയ ചലനങ്ങൾ ഓരോ നിമിഷവും ഉണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള നിലയിൽ എനിക്ക് അത് ഞാൻ വല്ലാതെ ശ്രദ്ധിക്കുകയാണ്. കാരണം ചെന്നിത്തല വന്ന് പറഞ്ഞ കാര്യം അത്ര മോശമായ കാര്യവുമല്ല. സംസ്ഥാന സർക്കാരിനെ അഴിമതിയുടെ പുകമറയല്ല അഴിമതിയുടെ തട്ടിൽ നിർത്തുന്ന ഒരു ആരോപണവുമായിട്ടാണ് ചെന്നിത്തല ഇപ്പോൾ രംഗപ്രവേശം നടത്തിയത്. KSEBിയിലെ കാർബറാണ്ടം കമ്പനിക്ക് മണിയാറിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം ആ പദ്ധതി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ 25 വർഷം കൂടി അധികമായി അനുവദിച്ചു എന്ന സംഭവമാണ്. അത് ഈ മന്ത്രിസഭ പോലും അറിയാതെ, ഇടതുമുന്നണി പോലും അറിയാതെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടെ ചേർന്ന് ഒരു ഡീലിങ്സ് നടത്തിയെന്നും ഇതിൽ വൻ അഴിമതി ഉണ്ടെന്നും കോടികളുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നും അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പദ്ധതിയെ, നമ്മുടെ മണിയാറിലെ വെള്ളത്തെയും നമ്മുടെ മണ്ണിനെയും വിറ്റിരിക്കുകയാണെന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ചെന്നിത്തല. വളരെ പ്രധാനപ്പെട്ട ചില ആരോപണം, വളരെ കാമ്പായ ആരോപണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിസന്ധിയിൽ നിർത്തുന്ന, അഴിമതിയുടെ തട്ടിൽ ഇങ്ങനെ പിടിച്ചു കയറ്റിയിരുത്തുന്ന ഒരു ആരോപണമാണ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. ഇതുവരെയും അതിനെതിരെ ഒന്നും മിണ്ടാൻ ഈ വ്യവസായ വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആ ഒരു വിഷയം വല്ലാതെ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണുന്നിടത്തൊക്കെ വെച്ച്, യോഗങ്ങളിൽ വെച്ചൊക്കെ മാധ്യമങ്ങൾ ചെന്നിത്തലയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ചെന്നിത്തല കൂടുതൽ വിവരങ്ങൾ പറയുന്നു. ഇന്ന് ചെന്നിത്തല വന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ, നിൽക്കുന്നുണ്ടോ? കാരണം ഈ കരാർ നീട്ടിക്കൊടുക്കരുത് എന്ന് മന്ത്രി തന്നെ നേരത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. KSEB ആവശ്യപ്പെട്ടതാണ്. KSEBിയുടെ ചെയർമാൻ രേഖാമൂലം ആവശ്യപ്പെട്ടതാണ് ഈ പദ്ധതി നീട്ടിക്കൊടുക്കരുതെന്നും നമുക്ക് വേണമെന്നും നമ്മൾ തന്നെ KSEB തന്നെ ഏറ്റെടുക്കണമെന്നും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കൊണ്ട് 140 കോടി രൂപയുടെ ഗുണം ഈ KSEBിക്ക് ഉണ്ടാകുമെന്നും അത് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നും അതുകൊണ്ട് ഈ സ്വകാര്യ കമ്പനിക്ക് ഇനിയും ഈ വൈദ്യുതി ഉണ്ടാക്കാനുള്ള അനുവാദം നീട്ടിക്കൊടുക്കരുത് എന്നും KSEBിയും മന്ത്രിയും ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് മന്ത്രി ഇനി ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും കൂടി വീണ്ടും 25 വർഷത്തേക്ക് ആ പദ്ധതിയെ വിറ്റിരിക്കുകയാണ്, കാശ് വാങ്ങിയിട്ട്. മന്ത്രിക്കും അതിന്റെ വിഹിതം വല്ലോ കിട്ടിയിട്ടുണ്ടോ, അതോ മന്ത്രി പഴയ നിലപാടത്തിന് ഉറച്ചു നിൽക്കുന്നോ എന്ന കാതലായ ചോദ്യമാണ് ഇപ്പോൾ ചെന്നിത്തല ചോദിച്ചിരിക്കുന്നത്. അതവിടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചെന്നിത്തല എന്തുകൊണ്ട് ഇപ്പോൾ സജീവമായി രംഗത്ത് വന്നു. ഈ ചെന്നിത്തല പറഞ്ഞതിനെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഏറ്റെടുക്കുകയോ ചെന്നിത്തല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് അദ്ദേഹം കേൾക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് സതീശൻ അതൊന്നും കേട്ടില്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മറുപടിയും ഒരു പ്രതികരണം ഒരിടത്തും നടത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ മുന്നിലോ ചാടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ചോദിച്ചാൽ എന്ന് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. ഇതുവരെയും VD സതീശൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാർബറാണ്ടം കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുത്തത് പിന്നെ എതിർത്തോ അനുകൂലിച്ചോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ചെന്നിത്തല ശക്തമായിട്ട് വാദമുന്നയിക്കുന്നു. അഴിമതി ഇതിനകത്തുണ്ട്, കോടികളുടെ അഴിമതിയുണ്ട്, പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ചെന്നിത്തല ആരോപിക്കുന്നു. KPCC പ്രസിഡന്റ് പിന്നെ K. സുധാകരൻ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. ഈ അഴിമതി ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തുറന്നു കാണിക്കുമെന്നും പിണറായി വിജയനും രാജീവും കൂടി പണം അടിച്ചു മാറ്റിയെന്നും ഗവൺമെന്റ് അറിയാതെ, മന്ത്രിസഭ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ ചെയ്തിരിക്കുന്നുവെന്നും പറഞ്ഞ് സുധാകരൻ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ VD സതീശൻ ഏറ്റെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് VD സതീശൻ ഏറ്റെടുക്കാത്തതെന്ന് അറിയില്ല. VD സതീശന് ഭയമുണ്ടോ എന്നറിയില്ല. K. സുരേന്ദ്രനെ പോലെ, BJPയുടെ K. സുരേന്ദ്രനെ പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ തൻ്റെ കസേരയെ നോട്ടമിട്ട് കൊണ്ടാണെന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ നമ്മൾ K. സുരേന്ദ്രനുണ്ട് എന്ന് പലപ്പോഴും പലയിടത്തു നിന്നും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഞാൻ അങ്ങനെ കളിപ്പിച്ച് പറയുന്നില്ല, ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ പലയിടത്തു നിന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ VD സതീശനും പിന്നെ ഈ ചെന്നിത്തലയെ അനുകൂലിച്ച് 2 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശനോടൊപ്പം നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പ്, സതീശന് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ശക്തമായിട്ട് കുറെ പിള്ളേരെയൊക്കെ പിടിച്ച് പ്രത്യേക ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ
വരെയാണ്, അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ദൂരം കുറച്ച് വരികയാണ്. അപ്പോഴാണ് ചെന്നിത്തല ഡൽഹിയിൽ നിന്ന് എല്ലാ പരിപാടിയും ഇട്ടെറിഞ്ഞിട്ട് നേരെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഒരു കാതലായ വിഷയം ഡൽഹിയിൽ വെച്ചും പറഞ്ഞു. അത് കഴിഞ്ഞ് കേരളത്തിൽ വച്ച് വീണ്ടും ആവർത്തിക്കുന്നു. കേരളത്തിൽ എല്ലാ ദിവസവും ചെന്നിത്തല വാർത്തയിൽ ഇടം നേടുന്നു, വാർത്ത ഉണ്ടാക്കുന്നു. ഇത് സതീശന് സഹിക്കുന്നുണ്ടോന്നറിയില്ല. സതീശൻ ഒന്നും മിണ്ടുന്നില്ല, മറുപടി പറയുന്നില്ല. എന്നാൽ സുധാകരൻ അതിൽ ഏറ്റുപിടിച്ച് ഞങ്ങൾ സമരം ചെയ്യും, ഇത് അഴിമതിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം? അവിടെയാണ് ഞാൻ ചെന്നിത്തല എന്തുകൊണ്ട് ഈ അഭിപ്രായവുമായിട്ട് കേരളത്തിൽ വന്നു എന്ന് ഒരു സംശയം തോന്നാൻ അതാണ് കാരണം. അതായത് വി ഡി സതീശന്റെ മൗനമാണ് കാരണം. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണ് വി ഡി സതീശൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ടോ പ്രതികരിച്ചതായിട്ടോ ഇതുവരെ എനിക്ക് അറിവില്ല. ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് എൻ്റെ അജ്ഞത കൊണ്ടാണോ എന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ശരിയല്ലായിരിക്കാം. പക്ഷേ ഇതുവരെയും എൻ്റെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് നിങ്ങളുടെ വർത്തമാനം പറയുന്ന സമയം വരെയും വി ഡി സതീശൻ ഈ കാർബറാൻഡം കമ്പനിക്ക് കൊടുത്ത അവിഹിതമായി നീട്ടിക്കൊടുത്ത ഈ കരാറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല.